നമസ്കാരം ആർപി. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേട്ടാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ അതോ പാകിസ്ഥാൻ്റെയോ അമേരിക്കയുടെയോ ചാരനാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ആ രീതിയിലൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ. എന്തു പറയുന്നു? അതിപ്പോൾ രാഹുൽ ഗാന്ധി ആരായാലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ചാരനാണെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കടന്നു കഴിയായിരിക്കും. നമ്മൾ ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പിച്ച് നമുക്ക് പറയാം, രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും അപകടകാരിയായ പ്രതിപക്ഷ നേതാവാണ്. അപകടകാരി ഇൻ ദ സെൻസ് അത് മോദി സർക്കാരിനല്ല അപകടം, രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാരിനല്ല അപകടമെന്ന് ഞാൻ എടുത്തു പറഞ്ഞു, മോദി സർക്കാരിന് ഇത് ഗുണമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇതിങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇത് രാജ്യ താല്പര്യത്തിന്, കാരണം ഇയാൾ വാ തുറക്കുന്നത് മുഴുവൻ സ്വയം അത് പാരയായിട്ട് മാറുന്നു, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നു, സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഇത് വിരുദ്ധമാകുന്നുണ്ട്. ഈവൻ കോൺഗ്രസ്സിനകത്ത് പോലും ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും പറയാത്ത ആ ഗതികേടാണല്ലോ ആ പാർട്ടിയെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. കഴിഞ്ഞ ദിവസം സ്പീക്കറായിരുന്ന ജഗദംബിക പാൽ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇവരുടെ എല്ലാം മനസ്സിലുണ്ട്. പാർട്ടിക്കകത്ത് നിൽക്കുന്ന വെറ്ററൻസ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ മനസ്സിലുണ്ട്, പുറത്തു പോയവർക്കും അറിയാം. അപ്പോൾ ആ ഒരവസ്ഥയിൽ സ്വന്തം പാർട്ടിയെ കൊണ്ടെത്തിച്ചു. രാജ്യത്തെയും ഇതുപോലെ ഒരു വിഷമാവസ്ഥയിൽ കൊണ്ടെത്തിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം കണ്ട ഏറ്റവും അപകടകാരിയായ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയും. ചാരനാണോ, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞതുപോലെ ജോഡോ യാത്രയായാലും വിളിക്കുന്ന മുദ്രാവാക്യമായാലും വോട്ട് ചോരി ആയാലും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയാലും ഇതൊന്നും പുള്ളിയുടെ ബുദ്ധിയല്ല. ഇതൊക്കെ ആരുടെയോ കൃത്യമായ ഫീഡിങ്ങിൽ കൊടുക്കുന്നതാണ്. എന്തായാലും KC വേണുഗോപാലിനെ പോലുള്ള ഉപദേശികളും അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് വേറെ എവിടുന്നോ ഇത് കൃത്യമായിട്ട് ഫീഡ് ചെയ്യുന്നു. കൃത്യമായൊരു ട്രെയിനിങ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ, അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യം എടുത്താലും ബലാക്കോട്ടിന്റെ കാര്യം എടുത്താലും പാകിസ്ഥാൻ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റിന് അനുസൃതമായിട്ടാണ്. അവിടെയാണ് അത് വളരെ കറക്റ്റായ പോയിന്റാ. അതായത് പാകിസ്ഥാന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഹരി ആദ്യം ഇത് ചാരനാണോ എന്ന് ചോദിച്ചത്. പാകിസ്ഥാൻ എന്ത് പറയുന്നു, അസീം മുനീർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തിന് വിശ്വാസം. അസീം മുനീർ ആരാണ്? അല്ലെങ്കിൽ അസീം മുനീറും പാകിസ്ഥാനിലെ ഈ പട്ടാള മേധാവികളും പറയുന്ന വിഡ്ഢിത്തങ്ങൾ ഇന്ന് ലോകം ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഇപ്പം ആരോ അവിടെ കഴിഞ്ഞ ദിവസം നെഞ്ചുപൊട്ടി പറയുന്നത് കേട്ടു, പാകിസ്ഥാന് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയാണ് അമേരിക്ക നൽകുന്നതെന്ന്. അപ്പോൾ സ്വന്തം രാജ്യത്തെ ആ രീതി കൊണ്ട് എത്തിച്ച ആൾക്കാരാണ് അവിടെ ഉള്ളത്. ആ രാജ്യത്തിൻ്റെ ആൾക്കാർ സംസാരിക്കുന്നതാണ് ഇവിടുത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയെ എടുത്ത് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ദുരവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഇപ്പം തന്നെ നമുക്ക് സെക്യൂരിറ്റി തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം. എനിക്ക് ഈ നരവനെ വിഷയത്തിൽ ഞാൻ ഇന്നലെ ഒരു RP തോട്ട്സ് വീഡിയോയും ചെയ്തിരുന്നു. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് രാഹുൽ ഗാന്ധി അങ്ങനെ നിഷ്കളങ്കമായി ചെയ്യുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നമ്മളുടെ ട്രേഡ് കരാറ്, വ്യാപാര കരാറ്, Indo-US വ്യാപാര കരാറ്, ഭാരതാംബെ വിറ്റു എന്നൊക്കെയല്ലേ പറഞ്ഞു, ഇല്ലേ? ഇന്നലെ എന്താ പറഞ്ഞേ? അമേരിക്കയ്ക്ക് വിറ്റു. സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അമ്മയെ വിലയുണ്ടെങ്കിൽ ഇങ്ങനെ രാജ്യത്തെ വിറ്റു അല്ലെങ്കിൽ ഭാരതാംബെ വിറ്റു എന്നൊക്കെ പറയുന്നത്. ഇനി ഈ വിറ്റു എന്ന് പറയുന്നതിൽ എന്ത് കാമ്പുണ്ട്? കേൾക്കുമ്പോൾ അയ്യോ രാജ്യത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും തകർത്തു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് ഇത് പൊളിച്ചടുക്കുകയാണ്. സർക്കാർ പോലും പൊളിച്ചടുക്കണ്ട. ഇപ്പം BJPയോട് പ്രത്യേകിച്ച് യാതൊരു പ്രതിപത്തിയും ഇല്ലാത്ത ഹിന്ദു പോലെയുള്ള പത്രം, മറ്റു മാധ്യമങ്ങൾ, ഇവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ടേംസ് അനുസരിച്ചാണ് ഈ വ്യാപാര കരാറെന്ന്, ഇല്ലേ? അപ്പോൾ പിന്നെ ഇയാള് മണ്ടനാകുകയല്ലേ? തീർച്ചയായും ലോകത്തിന് മുമ്പിൽ വിട്ടിയാകുകയല്ലേ? നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല റഷ്യയുടെ എണ്ണ വാങ്ങില്ല. റഷ്യയുടെ എണ്ണ മാത്രമല്ല എൻ്റെ ഹരി, റഷ്യയുടെ എണ്ണ മാത്രമല്ല. ഇപ്പം 3 കാര്യങ്ങൾ. അമേരിക്ക വളരെ നിശബ്ദമായി ഇതിനകത്തൊരു കളി കളിച്ചു. അമേരിക്കയുടെ ഒരു വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഒരു ഫാക്റ്റ് ഷീറ്റ് ഉണ്ട് ഈ കരാറിൻ്റെ ഹൈലൈറ്റ്സ് വെച്ചിട്ട്. ആ
ഫാക്റ്റ് ഷീറ്റ് അമേരിക്ക വൈറ്റ് ഹൗസ് വളരെ നിശബ്ദമായിട്ട് അത് തിരുത്തി. നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം ആദ്യം ഇവർ പറഞ്ഞതൊന്നുമല്ല. ഇപ്പൊ പൾസസിന്റെ കാര്യത്തിൽ, പയറുവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ, തീരുവയുമായി ബന്ധപ്പെട്ടത് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിരുന്നു അത്. ഇന്ത്യയുടെ നെഗോസിയേഷനിലെ അവരത് സമ്മതിക്കുകയും അവരതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. കാർഷിക ഉൽപ്പന്നങ്ങളെന്നുള്ള പേര് തന്നെ അവർ ഉപേക്ഷിച്ചു. ഇത്തരം കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ സർവീസസിനുള്ള തീരുവ അതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അമേരിക്ക അത് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇത് ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ തന്നെ ഹരി ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ കാർഷിക രംഗം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. 1.4 ട്രില്യണിലേക്ക് 2035 എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാർഷിക രംഗമാണ്. നമ്മളുടെ GDP-യുടെ ഇപ്പോഴത്തെ 1/5 കാർഷിക രംഗമാണ്. ആ രംഗം നമ്മൾ അമേരിക്കയ്ക്ക് എന്നല്ല ഒരു രാജ്യത്തിന് നമ്മൾ വിട്ടുകൊടുക്കില്ല. വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. കാരണം ധാന്യത്തിന്റെ ഈ അളവ് അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഓറഞ്ച്, മുന്തിരി, ഇങ്ങനെ നമ്മൾ ധാരാളമായി ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനവും നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊക്കെ സമ്മതിക്കാനാണെങ്കിൽ ഇത് എത്രയോ നാൾ മുമ്പ് നമുക്ക് ഒപ്പിടാമായിരുന്നു. ഇത്രയും വലിയ ഈ ഒരു സംഘർഷവും അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദവും വേണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ വളരെ കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്തു. ഗുജറാത്തിയെ നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണ്ട എന്ന് എല്ലാവരും പറയാറുണ്ട്, ഇല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. വളരെ അമേരിക്കയിൽ തന്നെയുള്ള പല CEO-മാരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണ് ഈ കരാർ ഒപ്പിട്ടതെന്ന്. ഈ കരാർ ഒപ്പിട്ടതിൻ്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ ഇതനുസരിച്ചാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു പോലെയുള്ള പത്രങ്ങളുടെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ ഇടുകയും ചെയ്യാം. ഫൈനലൈസ് ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ഫാക്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് അവർ നിശബ്ദമായി തിരുത്തി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ നിലപാടിൽ ഉണ്ടായ മാറ്റം വളരെ കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ മേടിക്കും എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലേ? ഇപ്പോൾ ഇന്ത്യ ഇൻറ്റൻസ് ടു ബൈ എന്നായി. ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യക്ക് മേടിക്കാതിരിക്കാമെന്നാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ നെഗോസിയേഷൻ വിജയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. തീർച്ചയായും ഇന്ത്യയെ കൂടാതെ സത്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു രീതിയിലും നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇന്ത്യ പോലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ നട്ടല്ലേ ഒടിച്ചുകൊണ്ട് അമേരിക്കക്കാരനെ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല, അത് ചെയ്യത്തുമില്ല. അതിപ്പോൾ BJP സർക്കാർ, മോദി സർക്കാർ വളരെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഇനി അങ്ങനെ അല്ലാത്ത ഒരു നോർമൽ സർക്കാർ പോലും അത് ചെയ്യില്ലെന്നേ. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇന്ത്യ നഗ്നമായി അമേരിക്ക ഇന്ത്യയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. സ്വയം വിഡ്ഢിയാകുകയാണ്. ഇദ്ദേഹത്തിന്റെ തെളിവ് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ വിയറ്റ്നാം കോളനിയിലൊക്കെ ശങ്കരാടി ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ എന്ന് പറയാൻ തെളിവല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വെടിയും പുകയും സൃഷ്ടിക്കുകയാണ്, ഒരു ബഹളം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇദ്ദേഹത്തിനെതിരെ അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ സെക്യൂരിറ്റി മേഖലയിലെ കാര്യങ്ങൾ. ഇപ്പം ആദ്യമായിട്ടല്ല പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങൾ ഇവിടെ എക്കോ ചെയ്യുന്നത്, ഇവിടെ അതുപോലെ എടുത്ത് വിഴുങ്ങിയിട്ട് ഛർദ്ദിക്കുന്നത്. ബാലാക്കോട്ട് വിഷയത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഉറി വിഷയത്തിൽ അറ്റാക്ക് നടന്നപ്പോൾ, ബാലാക്കോട്ട് അറ്റാക്ക് നടന്നപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. ഇയാൾക്ക് തെളിവ് കൊടുക്കുകയാണോ ഒരു പ്രതിരോധ മന്ത്രാലയമല്ലേ? മോദി അല്ലല്ലോ ചെയ്യുന്നത്. രാഷ്ട്രീയ വിരോധം അവിടെ നിൽക്കട്ടെ. നമ്മളുടെ രാജ്യത്തിന് നേരെ വന്ന തീവ്രവാദികൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ സൈനികരാണ് അത് ചെയ്യുന്നത്. അത് BJP-യുടെ സൈനികരൊന്നുമല്ല, രാജ്യത്തിൻ്റെ സൈനികരാണ്. അവർ ചെയ്ത ഒരു വലിയ നടപടി. അത് എനിക്ക് തോന്നുന്നത് ബാലാക്കോട്ടൊക്കെ ഇപ്പോൾ ലോകത്ത് പല സൈനിക സ്കൂളുകളിലും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്തത്? ഓപ്പറേഷൻ സിന്ദൂർ പഠിപ്പിക്കും, 100% ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇതിന് തെളിവില്ല എന്നും തെളിവെന്തിയെ എന്നും പാകിസ്ഥാൻ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നവരെയൊക്കെ നമ്മൾ എന്താ പറയുക?
ഹർദീപ് സിംഗ് പുരി കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. വളരെ എപ്സ്റ്റീൻ ഫയൽ ഇല്ലേ? എപ്സ്റ്റീൻ ഫയൽസിന്റെ എന്താ കാര്യത്തില് പറഞ്ഞത്? എനിക്ക് അവിടുത്തെ ഔദ്യോഗിക ചുമതലയുണ്ട്. ആ ഔദ്യോഗിക ചുമതല അനുസരിച്ചും വേണ്ട, അതായത് ഇന്റർനാഷണൽ പീസ് ട്രീറ്റിയുമായിട്ട്, പീസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് തനിക്ക് എപ്പോഴെങ്കിലും എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നത്. അതല്ല, റീഡ് ഹോഫ്മാൻ, ലിങ്ക്ഡിന്റെ ഓണറായ റീഡ് ഹോഫ്മാന് അയച്ച മെയിലാണ് ഈ എപ്സ്റ്റീൻ കോപ്പി ചെയ്തത്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട്, അതല്ലാതെ സോണിയാഗാന്ധി മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോയി കണ്ടതുപോലെ അല്ല ഇദ്ദേഹം അവിടെ ചെന്ന് എപ്സ്റ്റീനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. എപ്സ്റ്റീനെ കാണുക അല്ലെങ്കിൽ എപ്സ്റ്റീന്റെ ഫയലുകളിൽ പേര് വരിക എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. ഇപ്പൊ എപ്സ്റ്റീന്റെ ഫയലിൽ മോദിയുടെ പേരുണ്ടെന്ന് പറയുന്നു. മോദിയുടെ പേര് എന്താണ് വരുന്നത്? അതൊന്ന് ഈ ഉള്ളി തൊലിക്കുന്ന പോലാണ്. ആരോടോ ഇയാൾ അയക്കുന്ന മെയിലിൽ മോദിയുടെ പേര് വരുന്നു, ആരോടോ ഇയാൾ അയക്കുന്ന മെയിലിൽ ഇയാൾ പറയുന്നു മോദി വിദേശ രാജ്യത്ത് പോയത് ട്രംപ് പറഞ്ഞിട്ടാണ്, ഇസ്രയേലിൽ പോയത് അല്ലേ? എന്നിട്ട് ഡാൻസിങ് ടു ഹിസ് ട്യൂൺസ്, അതൊരു ഇംഗ്ലീഷിലെ യൂസേജ് ആണ്. അവിടെ ചെന്നിട്ട് നൃത്തം ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ മലയാള മാധ്യമങ്ങൾ പറയുന്നത്. എന്ത് ഭീകരമായ അവസ്ഥ. ഇനി അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. റഷ്യൻ ഓയിലിനെ സംബന്ധിച്ച് നേരത്തെ ഹരി അത് സൂചിപ്പിച്ചു. റഷ്യൻ ഓയിൽ ഇന്ത്യ പൂർണ്ണമായിട്ട് നിർത്തി, അല്ലെങ്കിൽ അത് അമേരിക്കയെ പേടിച്ചാണ് നിർത്തിയെന്ന് പറഞ്ഞു. ഇതുവരെ ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു അഷുറൻസും കൊടുത്തിട്ടില്ല. ഈവൻ റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ പോലും അമേരിക്കയെ കളിയാക്കുകയാണ്. ഇന്ത്യ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ മാത്രമാണല്ലോ ഇത് ലോകത്ത് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച് തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം അമേരിക്കയിൽ നിന്ന്, ഇപ്പം ഇവർ പറയുന്ന വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ നിന്ന് വെനിസുലായിൽ നിന്ന് ഓയിൽ മേടിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് റഷ്യൻ ഓയിൽ നിർത്തി. അമേരിക്കയുടെയും വെനിസുലയുടെയും ഓയിൽ മുഴുവൻ മേടിച്ചാൽ പോലും റഷ്യയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന 87 മില്യൺ ടൺസാണ് ഓയിൽ മേടിക്കുന്നത്. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. അത്ര എത്താൻ പോകുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇവരുടെ നിന്ന് മേടിച്ചിരുന്നത് ഏതാണ്ട് 14 മില്യൺ ടൺസിന് താഴെയാണ് മേടിച്ചത്. മറ്റേ 87 ആണ്. അല്ലെ, വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ താല്പര്യങ്ങൾ, ഊർജ്ജ ആവശ്യങ്ങൾ കണക്കാക്കി മാത്രമേ. ഇതിനകത്ത് മറുവശം കൂടെ ഉണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ പുരാതന കാലം തൊട്ടൊന്നും ഓയിൽ മേടിക്കുന്നില്ലായിരുന്നു. റഷ്യ ഈ വിലയ്ക്ക് നമുക്ക് ഓയിൽ തന്നത് ഉക്രൈൻ യുദ്ധം ഉള്ളത് കൊണ്ടാണ്. അത് 2022 മറ്റോ തുടങ്ങിയതാണ്. ഉക്രൈൻ യുദ്ധം അവസാനിച്ച് റഷ്യ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ റഷ്യ ഈ വിലയ്ക്ക് നമുക്ക് തരണമെന്ന് യാതൊരു, നമുക്ക് കിട്ടിയ അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചു, നമ്മൾ കാശുണ്ടാക്കി, നമ്മൾ അത് മറിച്ചും വിറ്റിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ അത് രാജ്യ താല്പര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ഒട്ടും അങ്ങോട്ട് പിടിക്കാത്തത്. ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹം RP സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ക്രൂക്കഡായിരിക്കാനും ഒരു ക്രൂക്കഡാണ്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിക്കും. കാരണം പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ. ഈ നരവനെ വിഷയമാണ്. നരവനെ വിഷയം എടുത്ത് കത്തിച്ചു. ഇപ്പം ബുക്കുണ്ടോ, ബുക്ക് ഇറങ്ങിയോ, ബുക്കില്ലേ, ബുക്കിന് OSA പ്രകാരം സർക്കാരിൻ്റെ സമ്മതം കിട്ടിയോ, ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരൊറ്റ കേസ് മതി നരവനെ അകത്ത് പോകും. നരവനെ കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും സഹായിക്കാനില്ല. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇദ്ദേഹമാണ് അതിലൊരു വലിയ വിഷയമാക്കി ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇത് നരവനെ ബുക്കിനെ ടാർഗറ്റ് ചെയ്തല്ല. ഇത് നമ്മളുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ, നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹം ഭരണഘടനാ സ്ഥാപനങ്ങളായ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ, നമ്മളുടെ കേന്ദ്ര സർക്കാരിനെതിരെ, ഇവർക്കൊക്കെ എതിരെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ഒന്ന് ചെത്തിക്കളയുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അങ്ങനെ ചെയ്തിട്ട് മറുവശത്തൂടെ യുവജനങ്ങളെ നിങ്ങൾ ഇറങ്ങുന്നില്ലേ, ഏജൻസികൾ വരുന്നില്ലേ തെരുവിലേക്ക് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നരവനയുടെ ബുക്കിനെ മുൻനിർത്തിയിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ പദ്ധതിയുണ്ടോ എന്ന് ഞാൻ പറയാൻ കാരണം 2026 എന്ന് പറയുന്നത് നമ്മളുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഇപ്പം തന്നെ ഈ പ്രൊസീജിയർ, ഈ പ്രൊക്യൂർമെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഒരു ഇതിറക്കിയിട്ടുണ്ട്. അവരതീ പറയുന്നത് വിവിധ സർവീസുകൾ തമ്മിലുള്ള ഏകോപനം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ
പ്രൊഡക്ഷൻ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ആത്മനിർഭർ ഭാരതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഇത് പ്രൊക്യൂർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുത്തത് തന്നെ ഈ വർഷം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശമാണ്. 2 ബജറ്റിൽ ഇൻ്റലിജൻസിന് വലിയ ബജറ്റ് കൊടുത്തിട്ടുണ്ട്. റാഫേൽ ഡീല് നടക്കാൻ പോകും, IB-ക്ക് റഫേൽ ഡീല് നടക്കാൻ പോകുന്നു. ഇനി ഇതൊന്നും കഴിഞ്ഞിട്ട് ഏപ്രിലിലാണെന്ന് തോന്നുന്നു 2026 ഇന്ത്യയുടെ കമാൻഡ് സ്ട്രക്ചർ മാറുകയാണ്. തിയേറ്റർ കമാൻഡ് വരികയാണ്. അതിൻ്റെ ആദ്യ പടിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഡിഫൻസ് സെക്ടറിനെ ഒന്ന് കുഴപ്പത്തിലാക്കുക. അപ്പം ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല. ഇദ്ദേഹം വളരെ അപകടകാരിയാണ്, ഇദ്ദേഹം വിഡ്ഢിയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനത് നമ്മളും ഒക്കെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഈ കളിയാക്കലിൻ്റെ ഒക്കെ പിന്നിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. തീർച്ചയായും. നമസ്കാരം. നമസ്കാരം.